ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉടഞ്ഞു പോയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വെച്ചിരിക്കുന്ന കുറച്ച് മൺകലങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 പ്ലാന്റർ ഐഡിയാസാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റർ ഉണ്ടാക്കുന്നത് ഞാൻ ഇതുപോലെയുള്ളൊരു കലം ഉപയോഗിച്ചാണ്. ഇതിൻ്റെ പകുതി ഭാഗമൊക്കെ പൊട്ടിപ്പോയതാണ്. നമുക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കലാണിത്. ഇനി ഈ ഒരു കലത്തിന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പെയിൻറ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. ഫാബ്രിക് പെയിൻറ് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനാമൽ പെയിൻ്റാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇനാമൽ പെയിൻ്റ് ഉള്ളത് കൊണ്ട് ആ ഒരു പെയിൻ്റാണ് ഞാനിതിന് യൂസ് ചെയ്തത്. ഇപ്പോൾ ഇതാ ഞാനിത് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കാൻ വെച്ച് കൊടുക്കണം. പിന്നെ ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ അതൊന്ന് ഉണങ്ങിക്കിട്ടാൻ. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ അത് ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് നല്ല തിളക്കവും കിട്ടുന്നുണ്ട് കേട്ടോ അതിന്. ഇനി നമുക്ക് ഈ ഒരു പോട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു രീതിയിലാണ് ഇത് വെക്കേണ്ടത്. ഇനി ഇതിൽ പോട്ട് മിക്സൊക്കെ നിറച്ച് കൊടുക്കാം. ഞാനിവിടെ പോട്ടി മിക്സായി എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും മണ്ണും ചേർന്നൊരു മിക്സാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിതിൽ പോട്ടി മിക്സൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോട്ടിനെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൽ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു പോട്ടിലേക്ക് വെക്കാൻ ആവശ്യമായ കുറച്ച് പ്ലാന്റ്സൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇതിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോത്തോസിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. ഇനി അതിൽ പ്ലാന്റ്സൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ പോത്തോസിൻ്റെ വെറൈറ്റീസൊക്കെ ആവുമ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു പോട്ടിൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വല്ലാതെ അങ്ങോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മാത്രം പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അധികം വാട്ടർ ആവശ്യമില്ലാത്ത പ്ലാന്റ്സാണ് നമ്മളിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം മണി പ്ലാന്റൊക്കെ ആവുമ്പോൾ അധികം വാട്ടറും ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ഹാങ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ പൊട്ടിയ കലങ്ങളൊക്കെ നമ്മൾ മൂലക്കൊക്കെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ളവർ ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. നമ്മുടെ ഗാർഡനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അധികം ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് അധികം ടൈമും വേസ്റ്റ് ആവുന്നില്ല. അടുത്ത പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെയുള്ളൊരു കലാണ് എടുത്തിട്ടുള്ളത്. ഇതും ഈ നടുവിൽ വെച്ചിട്ട് പൊട്ടിപ്പോയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാപ്പൊക്കെ കാണുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ചൂടിക്കയറാണ്. ഇനി ഈ കയറ് നമുക്ക് ഈ ഒരു കലത്തുമ്മ ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പം ഞാനിത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹോട്ട് ഗ്ലൂ ഒന്നും കയ്യിലില്ലാത്തവർ ഏതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് തന്നെയാണ് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നോർമലായിട്ട് നമുക്കിങ്ങനെ കയറ് ചുറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഗ്ലൂ ഒന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു പോട്ട് ഫുള്ളായിട്ട് കയറ് ചുറ്റിയെടുക്കാം.
ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സൈഡുകളൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ചുറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ആ പോട്ട് ഫുള്ളായിട്ട് കയറ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയുള്ള ആ ഒരു നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ ആ നാരുകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കണ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവില്ല. ഇപ്പോൾ ഇതാ ഞാൻ ആ നാരുകളൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പോട്ടി മിക്സ് നിറച്ചിട്ട് പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതിൽ സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഓൾറെഡി ഒരു കലം പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ ബാക്ക് സൈഡിലൊക്കെ ഹോളുകളുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു ഹോൾ ഇതിന് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്ലാന്റ്സിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഒരു പോട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നത് ബക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്ലാന്റ് സ്റ്റാൻഡുമാണ് കേട്ടോ. അപ്പോൾ അതാ പ്ലാന്റ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള മൺകലങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ആവശ്യമില്ലാതെ കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഗാർഡന് നല്ല ഭംഗിയും ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.